ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാർട്ട് ടോക്സ്. അപ്പം നമുക്ക് ഫ്രൈഡേ വീക്കിലി അനാലിസിലോട്ട് പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ, സോ ദ ലാസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് ആണ് നാളെ. സോ നമുക്ക് ജസ്റ്റ് മന്ത്ലിയിൽ നിന്ന് മൾട്ടി ടൈം ഫ്രെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മന്ത്ലി ടൈം ഫ്രെയിമിൽ ഞാൻ എന്നും പറയുന്ന പോലെ നിഫ്റ്റി ഈസ് ബുള്ളിഷ്, ലാസ്റ്റ് മന്തിൻ്റെ മുകളിൽ അല്ലെങ്കിലും ഇസ് ഷോയിങ് ബുള്ളിഷ്. ഓക്കെ, ലാസ്റ്റ് ഏപ്രിലിൽ നിഫ്റ്റി മെയിൽ വലിയ മൂവ്മെന്റ് തന്നിട്ടില്ല. എക്സ്പെക്ട് ചെയ്യുന്നു ഈ മാസം ജൂണിൽ നിഫ്റ്റി മുകളിലോട്ടൊരു മൂവ്മെന്റ് തരാൻ സാധ്യതയുണ്ടെന്ന് എക്സ്പെക്ടേഷൻ ഉണ്ട്. സോ വി പ്ലാൻ അക്കോർഡിംഗ്ലി. ജസ്റ്റ് നമുക്ക് ഒരു വീക്കിലി നോക്കാം. വീക്കിലി നാളെ വീക്കെൻഡിങ് ആണ്. വീക്കെൻഡിങ്ങിൽ നിഫ്റ്റി നാളെ വൺ ഡേ ആണ്. നാളെ എന്തും സംഭവിക്കാം. നാളെ ലാസ്റ്റ് വീക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വീക്കിലി ലോയ്ക്ക് താഴെ ക്ലോസും ചെയ്യാം, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി നിഫ്റ്റി സൈഡ് വേസിൽ തന്നെ നിൽക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഹൈയും ലോയും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് നാളെ എന്തായാലും തോന്നില്ല. നോക്കാം, നമുക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ഒരു അസംഷൻ ആണത്. സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് നാളത്തെ ട്രേഡും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സോ നമ്മുടെ ലോ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഓൾവേസ് ലോ. ഇതാണ് നമ്മുടെ ഹൈ. ഓക്കെ, ഈ ഏരിയയിലാണ് മാർക്കറ്റ് കുറേ ദിവസമായിട്ട് നിൽക്കുന്നത്. ഏകദേശം 1 2 വോൾട്ട് 3 4 5 6 7 8 9 10 ഡേയ്സിലായിട്ട് ഈ റേഞ്ച് ട്രേഡിംഗ് ആണ് നിഫ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൽ മുതൽ ഈ റേഞ്ച് ആണ് ട്രേഡ് ചെയ്തത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ജൂണിൽ ബ്രേക്ക് ചെയ്യുന്നു. സോ മെയ് 12 ഈ ഏപ്രിൽ സീരീസ് ബ്രേക്ക് ചെയ്ത് പോയത്. സോ വിൽ വെയിറ്റ്, എന്താന്ന് നമുക്ക് നോക്കാം. സോ 1 അവറിലോട്ട് പോയിട്ട് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, 1 അവറിൽ നിഫ്റ്റിക്ക് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. 1 അവറിൽ ട്രെൻഡ് ലൈൻ 50 മിനിറ്റ്സ് ഒന്നും കൂടെ കറക്റ്റായിട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിഫ്റ്റിക്ക് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. സോ നിഫ്റ്റി ഇന്ന് ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് നിന്നിട്ട് നിഫ്റ്റി ഇങ്ങനെ ഒരു സപ്ലൈ, ഒരു ഡിമാൻഡ്സ് ഒരു ഡബിൾ ബോട്ടം ആയാണ് നിഫ്റ്റി നിൽക്കുന്നത് 50 മിനിറ്റ്സിൽ. നിഫ്റ്റി അപ്പം ഇത് നമ്മുടെ ഒരു ഡിമാൻഡ് സോണായിട്ട് മാറിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കാരണം 2 3 4 വട്ടം നിഫ്റ്റിയുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ നിഫ്റ്റി നാളെ നിഫ്റ്റി, അപ്പം നമുക്ക് നാളെ നിഫ്റ്റി ഈ ഏരിയയിൽ നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കും. ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കും. നാളെ നിഫ്റ്റി ഇതിന്റെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് നാളെ തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ 24,500 നിന്ന ലോ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ മുകളിലോട്ടാണെങ്കിൽ നിഫ്റ്റി 24,800 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് കയറണം, എന്നാലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം അതല്ലാതെ ട്രേഡ് ചെയ്താൽ നമുക്ക് ലോസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ഇങ്ങനൊരു മൂവ്മെന്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വേറൊരു 4 അവറിലും നമ്മൾ ലാസ്റ്റ് വീക്കെല്ലാം വരച്ച ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് 4 അവറിൽ. ജസ്റ്റ് കാണിച്ചാൽ ഓക്കെ, ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട് നിഫ്റ്റിക്ക്. സോ അത് വരച്ചിട്ടേക്കാം. ഓക്കെ, 1 അവർ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ട്രേഡ് ഇല്ലാത്തത്. ഈ ഒരു ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ ആയിട്ടുള്ളത്. നോ ട്രേഡിംഗ് സോൺ.
ഈ ഒരു നമുക്ക് ട്രേഡിംഗ് സോൺ നോ ട്രേഡിംഗ് സോൺ ആണ്. കാരണമുണ്ട് ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ഒരു ബേസ് ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, അതാണ് ഇപ്പം നമ്മൾ ഒരു സോൺ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോൺ ഇങ്ങനെ കിട്ടും. സോ അപ്പം നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. പ്രൊപ്പറേറ്ററി ബ്രേക്കിംഗ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് നാളെ വരും. ഇതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോൺ ആണ്. അതല്ലെങ്കിൽ പിന്നെ നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ കയറണം. ഓക്കെ, ഈ ട്രെൻഡിന് മുകളിൽ കയറിയിട്ട് ആ ട്രെൻഡ് ലൈനിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കണം. ബട്ട് കുറച്ച് ദിവസമായിട്ട് നിഫ്റ്റി ആ ഒരു ഏരിയയിൽ 24,900 ഒരുപാട് കൊളോയൊക്കെ വളരെ ഹ്യൂജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റിക്ക് അവിടെ ഒരു സപ്പോർട്ട് കിട്ടാത്തത്. ഓക്കെ, നിഫ്റ്റി ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് കയറിയാലും നിഫ്റ്റി ഇവിടുന്ന് പിന്നെയും റിവേഴ്സ് വരികയാണ്. സെൽ ഓൺ റൈസ് ഉള്ള കൺസെപ്റ്റിൽ നിഫ്റ്റി നിൽക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നിഫ്റ്റി ഭയങ്കര റിജക്ഷൻ വരുന്നുണ്ട്. 24,750 നിഫ്റ്റിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പുട്ടോയും ഉണ്ട്, അതായത് ബയ്യറും ഉണ്ട്, മുകളിൽ സെല്ലറുമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അതുകൊണ്ടാണ് നിഫ്റ്റി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് വോൾട്ടൈലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് നാളത്തെ ഈ ഒരു ഏരിയയിൽ ട്രേഡേ ഇല്ല. ഇതിൻ്റെ മുകളിൽ കയറി ഇത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. താഴോട്ട് നിഫ്റ്റി അതായത് 24,750 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,500 200 പോയിന്റ് താഴോട്ടും ട്രെൻഡ് ഉണ്ടാവും നമുക്ക്. അപ്പം സോ T1 ഇതിൻ്റെ മുകളിലും പോകണമെങ്കിൽ ടാർഗറ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 2511. ഓക്കെ, സോ അതിനുവേണ്ടി ഇതിന് മുകളിൽ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മൂവ്മെന്റ് മുകളിലോട്ട് തരണം, എന്നാലേ നമുക്ക് ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.